മഹാഗുരുശരണം 2025 ജൂൺ മാസം 25-ാം തീയതി ബുധനാഴ്ച അമാവാസി ദിവസം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് കാർമ്മികം ആണ്. ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അമാവാസി ദിവസം. അപ്പോൾ അമാവാസി ദിവസം ചില കാര്യങ്ങൾ ചെയ്യാൻ ചിലരോട് പറയാറുണ്ട്. ചില കാര്യങ്ങൾക്ക് അവരോട് ഞാൻ വീട്ടിൽ വരാം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരാമോ എന്ന് ചോദിച്ചാൽ വീട്ടിൽ വരാം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ പോകാൻ സാധിക്കില്ല, പല തടസ്സങ്ങൾ വരും. അപ്പോൾ ഇന്നേ ദിവസം ഇപ്പോൾ ഞാൻ ഫ്രീ ആണ്, അവർ ഫ്രീ ആണോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ളവരോട് 2-3 ദിവസം മുമ്പ് ചോദിക്കും, അമാവാസി എന്നാണെന്ന് കലണ്ടറിൽ നോക്കാൻ പറയും. മനസ്സിലായി? അമാവാസി ഇന്നാണെന്ന് എനിക്കറിയാം, നോക്കാൻ പറയും. അപ്പോൾ അത് നോക്കിയിട്ട് അവർ ഇന്ന ദിവസമാണ്. ഞാൻ പറയും എൻ്റെ അടുത്ത് കലണ്ടർ ഇല്ലായിരുന്നു, അതാണ് ചോദിച്ചതെന്ന് പറയും. അപ്പോൾ ഇത് അവർക്കുള്ള സൂചനയാണ്. അമാവാസി ദിവസമാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ഇത് ചെയ്യുന്നത്. കാര്യം അവർ ഓർക്കുകയില്ല. അപ്പം ഞാനായിട്ട് എനിക്ക് പറയാൻ പറ്റുകയില്ല. കാര്യം ഇതൊരു കുറേ കാർമ്മികമാണ്. മനസ്സിലായി? നമ്മൾ പറഞ്ഞതേ അന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണ്ടേ, അയ്യോ അങ്ങനെയാണ് എന്നാൽ ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് ചെയ്യും. അങ്ങനെയല്ല, മനസ്സോടെ ചെയ്യണം. പല കാര്യങ്ങൾ ഇപ്പോൾ പല ആൾക്കാർ വിളിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ ഇന്നത് ചെയ്താൽ മതി. ചിലരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നക്ഷത്ര ദിവസം വിളിക്കൂ, വീഡിയോ കോളിൽ ബ്ലസ് ചെയ്യാം. ചിലരുടെ കാര്യത്തിൽ ചിലരുടെ വീടുകളിൽ പോകണമെന്ന് തോന്നും. അപ്പോൾ പക്ഷേ പോകണമെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊന്നും ആയിരിക്കില്ല, തൃശ്ശൂരായിരിക്കാം, പാലക്കാടായിരിക്കാം, കൊല്ലമായിരിക്കാം, പല സ്ഥലങ്ങളായിരിക്കാം. ചിലപ്പോൾ അവിടെ പോകാൻ ആയിട്ട് ഇത് കാണുകയില്ല. ആ വീട്ടിലേക്ക് വരാനായിട്ട് ഇപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ചിലവ് തരേണ്ടി വരും. എനിക്ക് ചിലവ് തരണമല്ലോ. അപ്പോൾ പിന്നെ ഒരു പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ വരുമ്പോൾ വരാനാണ് പറയുന്നത്. പക്ഷെ അവിടെ നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നവർ അവരുടെ വീട്ടിലാണോ എവിടെയാണോ നമ്മളെ, ഇനി അവരുടെ ഓഫീസാണോ അല്ലെങ്കിൽ അവർ വീട് വെക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഫോണെടുത്ത് വേറൊരാളെ വിളിക്കാൻ പറ്റുകയില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചിലർ പറയും, സാറ് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടെ വരാമെന്ന് പറയും. പക്ഷെ പലരും പേഴ്സണലി ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ പോകുന്നത്, വേറൊരാളെ അവിടെ വിളിക്കുന്നത് ശരിയാകുകയില്ല. ഇതിൽ ഒരു ഇതായിട്ട് എനിക്ക് ഞാൻ ഇപ്പോൾ പാലക്കാടുള്ള സുജാത ചേച്ചി മാത്രം, സുജാത ചേച്ചിയുടെ വീട്ടിൽ ആരെങ്കിലും വരുന്ന ചേച്ചിക്ക് സന്തോഷമാണ്. അപ്പോൾ അവിടെ മാത്രം ഇപ്പോൾ ചേച്ചിയോട് പറഞ്ഞിട്ട് ആദ്യമേ ഞാൻ ചോദിച്ചു, അതിന് വരട്ടെ, അതിനെന്താണ്, എനിക്ക് സന്തോഷമല്ലേ, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് ചേച്ചി പറയും. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ആരെങ്കിലും കാണുമെങ്കിൽ സുജാത ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ് കാണുന്നത്. പാലക്കാട് എല്ലായിടത്തും കുടുംബപരമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ സൗകര്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പലരുടെയും വീടുകളിൽ പോകേണ്ടി വരും. വീടുകളിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കും, പോണോ വേണ്ടേന്ന് ഞാൻ നോക്കും. അത് പോകണമെന്ന് കണ്ടാൽ മാത്രമേ പോകുള്ളൂ. ചിലപ്പോൾ പോകരുതെന്ന് കണ്ടാൽ പോകില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോലും എനിക്ക് ചിലപ്പോൾ 10 കിലോമീറ്ററിനുള്ളിൽ പോകാവുന്ന കാര്യങ്ങൾ പോകരുതെന്ന് കണ്ടിട്ട് പോകാത്ത കാര്യങ്ങളുണ്ട്. മനസ്സിലായ? അപ്പോൾ അങ്ങനത്തെയും കുറേ കാര്യങ്ങളാണ്. അത് എന്താണ്, ബ്ലാക്ക് മാജിക് ആണോ കാർമ്മികമാണോ ഒന്നും പറയുമ്പോൾ എല്ലാം കൂടി ചേർന്നതാണ്. മനസ്സിലായി? ഈ ബ്ലാക്ക് മാജിക് വരുന്നത് കാർമ്മികമായിട്ട് ചേർന്നാണ്. ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ സംഭവിച്ചത്, ഡെയിലി ഒരു 5 പേരെ, മാക്സിമം 5-6 വരെ വീഡിയോ കോൾ ചെയ്യാറുണ്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നലെ ഒരു വ്യക്തിയെ വീഡിയോ കോൾ ചെയ്ത് ബ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പോൾ ഏതെങ്കിലും വീടുകളിൽ ചെന്ന് ബ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാകും. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങും കയറാണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നിട്ട് ഉടനെ തന്നെ ഉപ്പുവെള്ളം ഇട്ട് ചൂടുവെള്ളം കുളിച്ച് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഉപാസനയൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. പക്ഷേ വീഡിയോ കോളിൽ ഇത് ചെയ്തിട്ട് ബ്ലസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് അത്രയും ക്ഷീണം വരുന്നത് ഇന്നലെ. അപ്പോൾ ആ ക്ഷീണം വന്നത്, അപ്പോൾ അവർക്ക് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, നിങ്ങളുടെ ഇത് ബ്ലസ് ചെയ്തതിന് ശേഷം എനിക്കിങ്ങനെ ഇതായി, ഇതിനു മുമ്പ് ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് പലരും ബ്ലാക്ക് മാജിക് ഇതിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പറഞ്ഞ് ഫ്രീ ആകുമ്പോൾ പറയൂ, വീഡിയോ കോള് പിന്നെ ചെയ്യാം, എന്നിട്ട് തേങ്ങ വെച്ചിട്ട്, അപ്പോൾ അവിടുത്തെ ഇത് വെച്ച് തേങ്ങ വെച്ച് എനർജി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തേങ്ങ വെച്ച് എനർജി നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ചോദിക്കണം, എനിക്ക് നെഗറ്റീവ് ഉണ്ടോ, വീട്ടിൽ നെഗറ്റീവ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടോ എന്ന് നോക്കിയാൽ അത്രയില്ല, ആ വീടിന് ഭയങ്കരമായിട്ടുണ്ട്, അത് മനസ്സിലായി. അപ്പോൾ അത് പറഞ്ഞു, അതിന് അവിടെ പോകുമ്പോൾ വേണം പ്രതിവിധി കണ്ടെത്താനായിട്ട്. മനസ്സിലായി? അതിന് വേണ്ടിയിട്ട് അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ പല വീടുകളിലും ചിലയിടത്ത് പോകാൻ പോകുമ്പോൾ ഇതാണ്. ഇപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പോകില്ല, എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ല കാര്യത്തിനായിരിക്കും അവിടെ പോകണം. നാട്ടുകാരെന്ത് പറയും, നമ്മൾ പോയിട്ട് വരും, നാട്ടുകാരെന്ത് പറയുന്നറിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒരുമാതിരി ഒരു 40 വയസ്സ് 45 വയസ്സ് താഴെയുള്ള ആൾക്കാരാണ് ഞാൻ കഴിയാവുന്നതും അവോയ്ഡ് ചെയ്യാറാണ്. അത് എൻ്റെ ഒരു പരിമിതിയാണ് കേട്ടോ, ദയവേത് ക്ഷമിക്കുക. അപ്പോൾ കാർമ്മികം മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, ദയവ് ചെയ്ത് മനസ്സിലാക്കും എന്ന് പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു കാരണവശാലും ആലോചിച്ചിരിക്കരുത്.
ഒരു കാരണവശാലും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കരുത്. എപ്പോഴും വിചാരിക്കുക ഗോഡ് ഈസ് ഗ്രേറ്റ്, ഗോഡ് ഈസ് ഗ്രേറ്റ്. നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും എന്നുള്ളത് വിചാരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പറയാനുള്ളത്, ഇപ്പം എല്ലാവരോടും ഈ കൈ പ്രസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹൃദയത്തിൻ്റെ ഇവിടെ കൈ ചേർക്കുക. മനസ്സിലായി? ഹൃദയത്തിൻ്റെ ഇവിടെ നമ്മുടെ ഇതിൻ്റെ ഹൃദയത്തിൻ്റെ ഇത് എന്താണ് ബ്രസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ നടുക്കായിട്ട് ഇപ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളായിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അത് വെച്ചിട്ട് ശ്വാസം എടുത്ത് ആ ശ്വാസം എടുക്കുന്നതോടൊപ്പം ഈ പഞ്ചഭൂതം ഏതാണ് അതനുസരിച്ച് പ്രസ് ചെയ്യുക കേട്ടോ. അതൊരു നോട്ടെ, ഓഡിയോ ഓഫായാന്ന് നോക്കിയതാണ്, ഇല്ല മൈക്ക് ഓഫായാന്ന് നോക്കിയതില്ല. അപ്പോൾ പഞ്ചഭൂതത്തിന് പ്രസ് ചെയ്യുക, എന്നിട്ട് ശ്വാസം വിടുക. അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൃദയ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ മധ്യമാണ്. ഈ 7 ചക്രം നമ്മുടെ ശരീരം സ്ഥൂല ശരീരത്തിലുള്ളപ്പോഴാണ് മെയിൻ 7 ചക്രങ്ങൾ വർക്ക് ചെയ്യണത്. മനസ്സിലായി? മെയിൻ 7 ചക്രങ്ങൾ, ശരിക്കും ചക്രങ്ങൾ 7 അല്ല, അതിൽ കൂടുതലൊക്കെ ഉണ്ട്. പക്ഷേ സ്ഥൂല ശരീരത്തിൽ നിൽക്കുമ്പോഴത്തേക്കും 7 ചക്രങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മദ്യം എന്ന് പറയുന്നത് ഹൃദയമാണ്. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ഹൃദയം വർക്ക് ചെയ്യുന്നതാണ് നമ്മൾക്ക് ജീവൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഉദാഹരണം. മനസ്സിലായോ? അതിൻ്റെ ഒരു എക്സാമ്പിൾ അതാണ്. അപ്പോൾ അതിൻ്റെ ഈ പ്രാണൻ ഇതാണ്, ആത്മാവ് ഹൃദയത്തിൻ്റെ ഇതിലാണെന്നൊക്കെ പറയും. അതൊന്നുമല്ല, അത് വേറെ തലം. അതായത് നമ്മൾ മനസ്സിലാക്കിയ അങ്ങനെ മനസ്സിലായി. അപ്പോൾ ഹൃദയത്തിൻ്റെ അവിടെ ഈ കൈ ഇത് ചെയ്തിട്ട് ഇങ്ങനെ തൊഴുതിട്ട് ഇങ്ങനെ ശ്വാസം എടുത്ത് പിടിക്കുക. അതോടൊപ്പം തന്നെ ഈ പഞ്ചഭൂതം ഏതാണ് ആദ്യം എല്ലാം പ്രസ് ചെയ്യണം. എന്നിട്ട് ഓരോരുത്തരുടെ നക്ഷത്രം അനുസരിച്ചുള്ള പഞ്ചഭൂതം എന്താണോ അതനുസരിച്ച് പ്രസ് ചെയ്യുക. കുറേയധികം മാറ്റങ്ങൾ വരും. അപ്പോൾ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, കാർമിക മാറ്റാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. ഇപ്പം എൻ്റെ കാര്യമാണെങ്കിലും ഒരു ഭാഗത്ത് ഞാനുള്ളതുകൊണ്ട് ഇത് 3 ട്രയാങ്കിൾ കളിയാണ്. ഒരു ഭാഗത്ത് ഞാനുണ്ട്, ഒരു ഭാഗത്ത് പ്രഷ്ടാവുണ്ട്, ആരാണ് ആവശ്യക്കാരൻ അവരുണ്ട്, ഒരു ഭാഗത്ത് അവരുടെ ദേവതകൾ, അവരാരാധിക്കുന്ന ദേവതകളും എൻ്റെ ഉപാസനാമൂർത്തികളും ഉണ്ട്. ഇതനുസരിച്ചാണ് സങ്കല്പം പോണത്. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചാർത്ത് കൊടുക്കുന്ന ആളല്ല, ഇങ്ങനെ ചാർത്ത് ഇതാണെന്ന് പറയാറില്ല. പിന്നെ എല്ലാവരുടെയും കാര്യം എല്ലാം നമുക്ക് നിയോഗം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, അതും പറയുന്നു. അപ്പോൾ ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സാറ് വിളിക്കും, സാറ് വിളിച്ചില്ലല്ലോ അങ്ങനെ ഓർത്ത് ദയവ് ചെയ്തിരിക്കരുത്. എന്തുണ്ടെങ്കിലും മെസ്സേജ് അയക്കുക, വീഡിയോ കോളിൽ. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല, നിങ്ങളുടെ മാസത്തിലൊരു ദിവസം നക്ഷത്ര ദിവസമെങ്കിലും നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് ബ്ലെസ്സിങ് വാങ്ങിക്കാം. താല്പര്യവും വിശ്വാസമുള്ളവർ മാത്രം. സ്ത്രീകളാണ് വിളിക്കുന്നതെങ്കിൽ അടുത്ത പുരുഷന്മാരുടെ അനുവാദം വാങ്ങിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതിന് ഇത്ര രൂപ ദക്ഷിണ തരണം എന്നൊന്നും ഞാൻ ആവശ്യപ്പെടാറില്ല. തരുന്നുണ്ട്, അതിൽ ഇല്ലയെന്നൊന്നും പറയുന്നില്ല. അതായത് യഥാശക്തി ദക്ഷിണ ഇടാൻ പറ്റി ഇടുക, ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇന്നലെ 3ാമത്തെ പ്രാവശ്യം ഒരു കുട്ടീനെ വിളിച്ചു, ബ്ലസ് ചെയ്തു. 3ാമത്തെ പ്രാവശ്യം ആ കുട്ടിയെ ആവശ്യപ്പെട്ട് ഇതനുസരിച്ച് ബ്ലസ് ചെയ്ത്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേ ആ കുട്ടി ഭയങ്കരമായിട്ട് ഇമോഷൻ കരയുന്നു. അപ്പോൾ പറയാണ്, സാറേ ഞാൻ ഭയങ്കരമായിട്ട്, അപ്പോൾ പറയുന്ന ഇതാണ്, ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പായിരുന്നു, പഠിക്കുകയാണ്, ജോലിക്ക് ശ്രമിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് ജോലി കിട്ടും. എൻ്റെ മനസ്സ് ഭയങ്കരമായിരുന്നു. സാറിൻ്റെ അടുത്ത് വീഡിയോ കോളിൽ സംസാരിച്ചതിന് ശേഷം ഞാൻ ഭയങ്കര മാറി, എനിക്ക് ഭയങ്കരമായിട്ട് സമാധാനമുണ്ട്, ആ സന്തോഷം കൊണ്ടാണ് സാറെ കരഞ്ഞത്, വേറെ ഒന്നും സാറ് വിചാരിക്കരുത്, സോറി എന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മളെ ഒരു നിയോഗമായി പ്രപഞ്ചം, ദൈവം എന്ന് പറയുന്ന ശക്തി, പരാശക്തി, പരമാത്മാവ്, അല്ലെങ്കിൽ 33 കോടി ദേവതകൾ, അല്ലെങ്കിൽ ത്രിമൂർത്തികൾ നമ്മളെ തിരഞ്ഞെടുത്തു അതിനുവേണ്ടി. ആ കുട്ടിയുടെ ജീവിതത്തിൽ, ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ ജീവിതത്തിലാണ് മാറ്റം വരുന്നത്. ഒരാളുടെ ഒരു ചിലപ്പോൾ ആ ഒരു വീട്ടിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിരിക്കും, ചിലപ്പോൾ മുതിർന്ന കുട്ടി ജോലി. അപ്പോൾ ആ കുട്ടിയുടെ കാര്യം സോൾവ് ആകുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നമാണ് സോൾവ് ആകണം, കുടുംബം ഒരു കരയ്ക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിയോഗം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, കാർമ്മികത്തിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. അതിനെ എന്താണ് നമ്മൾ വസ്ത്രത്തിലുള്ള അഴുക്കുകളൊക്കെ തേച്ച് മാച്ച് കളയുന്ന, എന്താണ് അലക്കി കളയുന്ന പോലെ നമ്മൾ മനസ്സറിഞ്ഞ് ആരെയും പ്രാകാതെ, സ്വയം പ്രാകാതെ നമ്മൾ ശ്രമിക്കുക. എന്നാലാകുന്ന സഹായം തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം, ഇത് മാത്രം പറയുന്നു. പക്ഷേ സാറിന് ഇതയച്ചു, സാറ് റിപ്ലൈ തരുന്നില്ല, അതിതാണെന്നൊന്നും ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത്. എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞ് ആരിത് ചെയ്താലും ഞാൻ സങ്കല്പം കൊടുക്കാറുണ്ട്. അതിൽ മിക്കവരുടെയും ബ്ലെസ്സിങ് സിമ്പിൾ ഇടാറുണ്ട്. ഇനി ആരെങ്കിലും കാര്യവശാൽ എന്തെങ്കിലും ബ്ലെസ്സിങ് സിമ്പിൾ ഇട്ടില്ലെങ്കിൽ രണ്ടാമതൊന്ന് ചോദിക്കുക, എന്തുകൊണ്ട് ഞാൻ ഇട്ടതിന് ബ്ലെസ്സിങ് സിമ്പിൾ ഇട്ടില്ല എന്ന് ദയവ് ചെയ്ത് ചോദിക്കാണ്ടിരിക്കുക. അതും കാർമികമാണ് കേട്ടോ. അപ്പോൾ ബ്ലെസ്സിങ് സിമ്പിൾ ഇട്ടാൽ അതിൻ്റെതായ മാറ്റങ്ങൾ. ഇന്നപ്പോൾ ഒരു ചേച്ചി വിളിച്ചിരുന്നു, ചേച്ചി വിളിച്ചിട്ട് വേറൊരു കാര്യത്തിനാണ് വിളിച്ചത്. അപ്പോൾ ചേച്ചി പറഞ്ഞ്, മിസ് കോൾ കണ്ടിട്ട് ഞാൻ വിളിച്ചതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞ് സാറിൻ്റെ അടുത്ത് മക്കളുടെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അപ്പോൾ അത് ശരിയായി, അത് ഞങ്ങൾ പോയി കണ്ട് അത് ഇതാണെന്നൊക്കെ ചേച്ചി പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അത് ഇതുപോലെ പറഞ്ഞിട്ട് സങ്കല്പം കൊടുത്താണ്, നടക്കണം എന്നുള്ള സങ്കല്പം കൊടുത്തു. ഫോട്ടോ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സങ്കല്പം കൊടുക്കും. അതിൻ്റെ അപ്പുറം ഒന്നും നമുക്ക് പറയാനില്ല. കാര്യം
ഞാനല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ ചെയ്യുകയാണെങ്കിലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. എനിക്ക് അത് സങ്കല്പം കൊടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, പോസ്റ്റ്മാൻ്റെ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അത് 101% ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ബ്ലെസ്സിങ് ഒക്കെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് കൊടുക്കുന്നത്, ഡീറ്റെയിൽഡ് ബ്ലെസ്സിങ്. ഇത് ജസ്റ്റ് ഒരു വരിയായിട്ട് തരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം അനുസരിച്ച് ഇന്ന് അമാവാസി തർപ്പണം എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഏവർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് നേരുന്നു. വിഷ് യു ആൾ ഹാപ്പി, ഹെൽത്തി, വെൽത്തി, ലോങ് ലൈഫ് വിത്ത് ഫാമിലി. താങ്ക് യു ആൾ ദി ബെസ്റ്റ് ടു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.